ഓ നമസ്കാരം. ഹൂസ്റ്റൺ ഡാളസ് കറങ്ങി കണക്റ്റിക്കറ്റിൽ ശ്രീകുട്ടം വന്നപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ 15 ഷോ അടിച്ച് പൊളിച്ച് അവസാനം ന്യൂജേഴ്സിയിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ശ്രീകുട്ടൻ എനിക്കറിയാം ഒത്തിരി ഈ യാത്രയിൽ കഥകൾ പറയാനുണ്ട്, കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ലോക മലയാളികൾക്ക് വേണ്ടി അമേരിക്കയിലെ ഈ ഒരു മാസത്തെ ട്രിപ്പിനെ പറ്റി ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ആക്ച്വലി 7 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഈ പ്രോഗ്രാം വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു പ്രോഗ്രാം വന്നിരുന്നു, AKMGയുടെ ഒരു പ്രോഗ്രാം വന്നിരുന്നു. അതല്ലാതെ ഒരു ഉടനീള ഷോ, അത് ഫുൾ ഫ്ലെഡ്ജ് ഷോ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 7 വർഷമായി. അപ്പോൾ ഈ പ്രോഗ്രാമിന് ആദ്യം എന്നെ വിളിച്ചത് സ്റ്റീഫൻ ദേവസിയാണ്. സ്റ്റീഫൻ ദേവസി വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ എൻ്റെ ഒരു സ്പോൺസറുണ്ട്, പുതിയ സ്പോൺസറാണ് രഞ്ജു രാജ് ഫ്രം ഹ്യൂസ്റ്റൺ. ഞാൻ ചോദിച്ചു, സ്റ്റീഫൻ നമുക്ക്, കാരണം ഒരുപാട് അനുഭവങ്ങൾ എനിക്കിവിടെ ഉണ്ടല്ലോ, അത് കാരണം ഞാൻ ചോദിച്ചു നമുക്ക് ഓക്കെ ആണല്ലോ എന്ന്. അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, ചേട്ടാ ഒന്നും നോക്കണ്ട, ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. അങ്ങനെ രഞ്ജു രാജിനെ പരിചയപ്പെടുന്നു. രഞ്ജു രാജ് ടോപ്പ് സിംഗറിൽ വന്നിരുന്നു. അന്ന് വന്ന് ഞങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഷോ ടാംപയിൽ. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ നല്ല പ്രിപ്പറേഷനായിരുന്നു. കാരണം സ്റ്റീഫൻ ദേവസിയും അതുപോലെ തന്നെ പിഷാരടി, പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഗ്രൂമറുണ്ടല്ലോ ശ്യാമപ്രസാദ്, പിന്നീട് ശിഖ പ്രഭാകർ, പിന്നെ അവരുടെ ബാൻഡ്, പിന്നെ സൗണ്ട് എഞ്ചിനീയർ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എന്താകണം ഒരു ഷോ, നമ്മളെല്ലാവരും പറയും വ്യത്യസ്തമായ ഒരു ഷോ എന്ന്. അപ്പം അനിയൻ കണ്ടല്ലോ. അപ്പോൾ അനിയന് ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും എല്ലാവരും പറഞ്ഞത് സംതിങ് ഡിഫറൻ്റ് ആയിരുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ബാൻഡാണോ എന്ന് ചോദിച്ചാൽ ബാൻഡാണ്, എന്നാൽ എൻ്റെ പാട്ടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉടനീളം ഉണ്ട് തന്നെ. അങ്ങനെ ഒരു ഷോ പ്രിപ്പറേഷൻ സ്റ്റീഫൻ ദേവസി നടത്തി. അപ്പോൾ താങ്ക്സ് ടു സ്റ്റീഫൻ ഫസ്റ്റ്. സെക്കൻഡ് എൻ്റെ സ്വന്തം രഞ്ജു, പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ആ കോമ്പിനേഷൻ ശരിക്കും അല്ല, ഇവർ രണ്ടുപേരും നമ്മളൊരു പാട്ട് പാടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവീനിയൻ്റ് ആയിരിക്കണം. നമ്മുടെ മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം എല്ലാം കൺവീനിയൻ്റ് ആയാൽ മാത്രമേ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റത്തുള്ളൂ. അത് പലപ്പോഴും നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും കിട്ടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കൊണ്ടും കിട്ടാറില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള വേ ആയിരുന്നു. അതായത് ആദ്യം ടാമ്പ, അറ്റ്ലാന്റ, പിന്നെ വേറൊരു സ്ഥലമായിരുന്നു, എന്തായിരുന്നു ഓർമ്മയില്ല, പിന്നെ ഹ്യൂസ്റ്റൺ, ഡാലസ്, ഡെട്രോയിറ്റ്, അങ്ങനെ 15 പ്രോഗ്രാം. അത് അവിടെ ഇവിടെ അല്ലാതെ അടുക്കിനും ചിട്ടയിലും വന്നതുകൊണ്ട് നമുക്ക് അത്ര രീതിയിലുള്ള ഒരു സ്ട്രെയിൻ തോന്നിയില്ല. പിന്നെ മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ 6 പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും രഞ്ജു പൈസയും കൊണ്ടുവരും. ഞാൻ പറഞ്ഞു വേണ്ട രഞ്ജു വെച്ചേരുന്നു. അങ്ങനെ മാത്രമല്ല, ഇല്ല 6 ഷോ കഴിയുമ്പോൾ നമുക്കൊരു പേടിയാ, പൈസ തരുമോ അങ്ങോട്ട് വരികയാണ്, അങ്ങോട്ട് ചേട്ടാ പൈസ പിടിച്ചു. എന്നാൽ ലാസ്റ്റിൽ ഇന്നലെ കണക്റ്റിക്കറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ കൂടി, സത്യം പറഞ്ഞാൽ ആ സ്റ്റേജിൽ കണക്റ്റിക്കറ്റിൽ പ്രോഗ്രാം കണ്ടവർക്കറിയാം, ആ സ്റ്റേജിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഞാൻ അറിഞ്ഞില്ല ആദരിക്കുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞാൻ എത്രയോ വർഷം കൊണ്ട് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഒരു കലാകാരന് കിട്ടിയ ഈ ഷോയ്ക്കാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്പോൺസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഈ അമേരിക്കൻ മലയാളികൾ എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന എത്ര ആണെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഒരു ഷോയിലാണ്. കാരണം ഓരോ പാട്ട് പറയുമ്പോൾ ഇപ്പോൾ തുടരും എന്നുള്ളതിൽ കൺമണിപ്പൂവേ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കൂടെ പാടുകയാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ലാസ്റ്റിൽ ഈ അടിപൊളി ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ മെലഡി സോങ്സ് പാടി എങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വെറുതെ ഒരു ടെസ്റ്റ് ഡോസിന് ഏതൊക്കെയോ പാട്ട് പാടി. കാരണം എന്താണ്, നിലാവിൻ്റെ നീലപസം, ഇവിടുത്തെ മലയാളികളായിട്ടുള്ള സ്കൂൾ സ്റ്റുഡൻസ് വരെ കൂടെ നിന്ന് പാടിയപ്പോഴത്തേക്കും സത്യം ഞാൻ നമിച്ചു പോയി. കാരണം ശ്രീകുട്ട, ഞാൻ സെക്കൻഡ് ഷോ ന്യൂയോർക്കിലാണ് കാണുന്നത്. ആ ന്യൂയോർക്കിൽ വന്ന് കണ്ടപ്പോൾ ഒരു ക്രൗഡഡ്, ഇത്രയും ആൾക്കാർ വന്ന് കഴിഞ്ഞിട്ട് ഒരാൾക്കും വെളിയിൽ പോകണ്ട. ശ്രീകുട്ട ഒരു ഇടയ്ക്കൊരു പാട്ട് പാടി, യേശുനാഥ ഒരു ശിശുവാ ആരാധിച്ചിടാം. അപ്പം സാധാരണ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ ഈ 4.5 ദശാബ്ദമായിട്ട് ഇപ്പം നമ്മൾ എവർ ഗ്രീൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അത് ആരും പറഞ്ഞിട്ട് കഥയില്ല. കാരണം ഇപ്പോഴും പലരും എത്രയോ പാട്ടുകാർ വരുന്നു, ഇതാ വന്നു ഇതാ പോയി.
പക്ഷേ എല്ലാവരും നല്ല പാട്ടുകാരാണ്. പക്ഷേ എല്ലാം നല്ല പാട്ടുകാരാണ്. പക്ഷെ ശ്രീകുട്ടൻ ഇപ്പോഴും ഏറ്റവും അവസാനത്തെ ആണെങ്കിൽ പോലും ആ തുടരുവന്ന ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ സാധ്യതയില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഒരു പ്രത്യേക കൈവപ്പ് എപ്പോഴും കൂടെ ഉണ്ട്. ഈ പാട്ട് പാടി കൺമണിപ്പൂവേ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, ഈ പാട്ട് ഞാൻ പാടി. അതിനുശേഷം ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ജേക്സ് വിളിച്ചു. പിന്നെ ഈ പാട്ട് എനിക്ക് തന്ന രഞ്ജിത്തിനും തരുൺമൂർത്തിക്കും 1000 നന്ദി. കാരണം അവരാണ് എന്നെ വിളിച്ച് പാടിച്ചത്. ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ടറിന് സമ്മതമില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രൊമോഷണൽ സോങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ കൊണ്ടാട്ടം എന്നുള്ള സോങ്. അപ്പം അഴകായി ഒരുങ്ങി വന്നാൽ നിന്നാട്ടം അസുര തല പറക്കും കൊണ്ടാട്ടം, അത് ആ പാട്ട് ഞാൻ പോയിട്ട് ഞാൻ പാടി. അപ്പോൾ ഇത് പടത്തിലുള്ളതാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ജേക്സ് പറഞ്ഞു, ചേട്ടാ ഇത് നല്ല പാട്ടാണ്, പടത്തിലെടുക്കാനൊന്ന് പറയണം തരുൺ. അപ്പം ഞാൻ തരുണിനെ വിളിച്ച് പറഞ്ഞു. തരുൺ പറഞ്ഞു, ചേട്ടാ ഒരു മാർഗ്ഗവും ഇല്ല, ഇത് പടത്തിലെടുക്കുന്ന പ്രശ്നമേ ഇല്ല, കാരണം ഇറ്റ്സ് എ പ്രൊമോഷണൽ സോങ്. അപ്പം ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു. രഞ്ജിത്തെ ഇത് നല്ലൊരു പാട്ടാണ്, പടത്തിലെടുത്താൽ നന്നായിരുന്നു. ചേട്ടാ പടം അങ്ങനത്തെ ഒരു പടമാണ് ചേട്ടാ, ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ പടം കുറച്ച് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ പോട്ടെ, എന്തായാലും പാട്ട് വെളിയിൽ വരുമല്ലോ എന്നുള്ളൊരു രീതിയിലിരുന്നു. ലാസ്റ്റ് ഒരു റിലീസ് ചെയ്യുന്നതിന് ഒരു 15 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒന്ന് വരണം, അതിൻ്റെ തുടക്കം ഒന്ന് ആ മൂമെൻ്റ് ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ലാലിൻ്റെ ഒരു വരവുണ്ട്, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വരുന്നൊരു വരവുണ്ട്. അപ്പം അതിനു മുമ്പ് ചേട്ടൻ ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ലാല് വന്ന് ലാൻഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന ആ നിമിഷങ്ങളാണ്. കാരണം ലാലിന്റെ കൂടെ ലാലിന്റെ ഒരു വീഡിയോയും ഓഫ് കോഴ്സ് സിനിമയിൽ ഇല്ലെങ്കിലും ആ വീഡിയോ ഒന്ന് എത്രയോ മില്യൺസ് ആണ് കണ്ടത്. അപ്പൊ അതിനകത്ത് ഒപ്പം നിന്ന് തുടക്കത്തിൽ ഒരു രൂപ ഇട്ടുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ 15 ഷോയും എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ഷോകളും 1000-ന് മേലെ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും സക്സസ്ഫുൾ ഷോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുട്ടൻ്റെ ഷോ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുകയും ചെയ്തു. അതായത് ഇന്ന് ഒരു ഉദാഹരണം പറയാം, പിന്നെ ആൽബനിയിലുണ്ടായിരുന്ന റോയിയും സൂസനും ന്യൂയോർക്കിലെ ഷോ വന്ന് കണ്ടിട്ട് അവർക്ക് മതി പോരാഞ്ഞിട്ട് അവർ കണക്റ്റിക്കറ്റിൽ പോയി 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത്. ശ്രീകുട്ട അത് തന്നെയല്ല, ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ ഇവിടെ അമേരിക്കയിൽ ആഘോഷിക്കാനും സാധിച്ചു. അത് പിന്നെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ശ്രീകുട്ടൻ 7 വർഷത്തിന് ശേഷം വന്നു. പക്ഷേ ഇനിയും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എവറി 2 years വന്ന അമേരിക്കൻ മലയാളികൾക്ക് അതൊരു പ്രത്യേക അവർക്കും ഒരു അനുഗ്രഹമാണ്. അവർ ദേ ആർ റിയലി എൻജോയ് ദ ഷോ. എല്ലാരും പറയുമല്ലോ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം, വ്യത്യസ്തമായ ഒരു ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മള് വി ഷുഡ് ബ്രിങ് സംതിങ് ഡിഫറെന്റ്. ഇല്ലെങ്കിൽ വെറുതെ വന്നിട്ട് വീണ്ടും ഞാൻ വന്നിട്ട് ഒരു അടുത്ത വർഷം വന്നിട്ട് കുറെ പാട്ടുകൾ പാടിയിട്ട് അടുത്ത വർഷം വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതായിരിക്കില്ല, അത് വേറൊരു സംഭവം. ഒത്തിരി താങ്ക്സ്. ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ ശ്രീകുട്ട. ലവ് യു ഓൺ ബിഹാഫ് ഓഫ് ഓൾ അമേരിക്കൻ മലയാളീസ്. എല്ലാവരുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിലെയും ഓൾ ഓവർ US എനിക്ക് തന്ന ബഹുമാനവും സ്വീകരണവും സന്തോഷവും കയ്യടിക്കും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും അല്ലേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി. താങ്ക് യു.